ലില്ലിപ്പൂവിന്റെ കഥ പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ അടുത്ത് കുറച്ച് പിള്ളേര് കൂടി പഴയ കാലത്തൊരു കമ്പനി തുടങ്ങുന്ന കഥ പറഞ്ഞു വന്നു. പഴയ പ്രേമമല്ലോ അല്ലല്ല, എഞ്ചിനീയറിംഗ് പഠിച്ച് എഞ്ചിനീയർ മാത്രമായിട്ടുള്ള കുറച്ച് പിള്ളേര് വന്ന് കമ്പനി തുടങ്ങുന്ന കഥ പറഞ്ഞു. അതിന് ലില്ലിന്ന് ഒരു പേരിട്ട് അവര്. ലില്ലി കുടുംബക്കാരെ വിചാരം ഇവരെന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കുന്നത്. എന്റെ മോനെ എഞ്ചിനീയറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഇവര് എഞ്ചിനീയർ വരെ എത്തിയിട്ടുള്ളൂ എന്നുള്ളത് കുടുംബക്കാർക്ക് അറിയില്ല. 4 പേര് കൂടി കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. 50 ലക്ഷം രൂപ വെച്ച് അവരുടെ പ്രോപ്പർട്ടി ബാങ്കിൽ വെച്ച് 2 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ലോൺ എടുത്തു. നേരെ പോയി ഇൻഫോ പാർക്കിൽ 120 പേർക്ക് സീറ്റിംഗ് ഉള്ള ഒരു സ്ഥലം എടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഒരു കോഫി ക്ലബ്ബ്, വരുന്ന എല്ലാ സ്റ്റാഫിനും യൂണിഫോം, വരുന്നവർ കംപ്ലീറ്റ് ഒരേപോലത്തെ ബാഗ് ഇട്ടിട്ട് വരണം. അതിന് ലില്ലി എന്ന് എഴുതിയ ബാഗ് 120 ഉണ്ടാക്കി. 120 പേരെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് ക്യാബ് സൗകര്യം എല്ലാം ചെയ്തു. എന്തുകൊണ്ടോ തമ്പ്രാൻ കഞ്ഞതുകൊണ്ടാന്ന് തോന്നുന്നു 80 പേര് ഭാഗ്യത്തിന് അവർക്ക് കിട്ടിയുള്ളൂ. അതേ മാത്രം ആശ പോയുള്ളൂ. സ്റ്റാഫ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇവർക്ക് ഒരു ക്ലയന്റിനും കിട്ടി. ഇവരപ്പം തന്നെ എല്ലാവരും കൂടി നിന്ന് 80 പേര് കൂടി നിന്ന് മറ്റേ സ്റ്റാഫ് മീറ്റിംഗ്, കോൺഫറൻസ് റൂമിലിരുന്ന് ഭയങ്കര മീറ്റിങ്ങുകള്, സ്റ്റാഫൊക്കെ കൂടി നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുന്നു. ഇവരൊരു സംഭവമായി. ക്ലയന്റ് 6 മാസം സമയം കൊടുത്തു. ഇവർക്ക് ഇത്രയും ടീം സ്ട്രെങ്ത് ഉണ്ടെന്നുള്ള നിലയിൽ ഇത് ഉണ്ടാക്കി കിട്ടും എന്ന് ക്ലയന്റും പ്രതീക്ഷിച്ചു. ഇവരുടെ ഡയലോഗ് അടിക്ക് കുറവൊന്നുമില്ല. ഈ 80 പണി അറിയില്ല. ക്ലയന്റ് ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റ് അടിച്ച് ക്ലയന്റ് ടെസ്റ്റിംഗ് പഠിച്ചു. ഇവരെപ്പോഴും പഠിച്ചിട്ടില്ല. സോഫ്റ്റ്വെയർ ഇങ്ങനെ പട്ടക്കം പൊട്ടണ പോലെയാ അടിച്ചു പൊട്ടണേ. 6 മാസം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ തോറ്റു, ഇനി മേലാക്കും ഞങ്ങൾ നിങ്ങൾ വിളിക്കില്ല. സന്തോഷമായി, ഞങ്ങൾ പോയ കാശ് പോക്കോട്ടെ. അവരൊഴിഞ്ഞു പോയി. അപ്പൊ എന്തുണ്ടായി? 6 മാസം ഇവര് പണിയെടുത്ത് ശമ്പളം കൊടുത്ത കാശില്ലേ, അത് ഗോവിന്ദ. ഇവരെ അക്കൗണ്ടിൽ കിടന്ന 2 കോടിയില്ലേ, എന്റെ ഏകദേശം പകുതി ഭാഗത്തോളം കഴിഞ്ഞു. അപ്പൊ തിരിച്ചെത്തി. ലില്ലിപ്പൂ വാടി. അതിനിടെ കൂടെ 2 കല്യാണം കഴിഞ്ഞു. ലൈനടിച്ച കേസ് കല്യാണം കഴിഞ്ഞു. അപ്പൊ പിന്നെ അവരുടെയും കൂടി ആധാരം ഉണ്ടല്ലോ, അതും കൂടി കൊണ്ട് ബാങ്കിൽ വെച്ചു. വീണ്ടും 1 കോടി ഇറക്കി. അതും കൂടി പോയി. ഇപ്പൊ സ്റ്റാഫിന് മുഴുവൻ വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യും. വർക്ക് ഫ്രം ഹോം നമ്മൾ കണ്ടുപിടിച്ചല്ലോ കൊറോണ. അതൊരു ഭാഗ്യമായി. അവര് വർക്ക് ഫ്രം ഹോം കൊണ്ട് വീട്ടിൽ ഇരുന്ന് വല്ലവരുടെ പണി എടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. ഇവരെ ഇടയ്ക്ക് വിളിച്ച് എന്തെങ്കിലും പറയും, അവർക്ക് ബോറടിക്കേണ്ട വെച്ചിട്ട്. ഇന്നസെന്റ് പഴയ കാലത്ത് പറയില്ലേ, മത്തായി ചേട്ടൻ എന്തിനാ എന്നോട് എല്ലാ മാസം വാടക ചോദിക്കുന്നതെന്ന് പറയില്ലേ. അപ്പൊ പറയും എന്തെന്ന്, അല്ലെങ്കിൽ നീ വിചാരിക്കും നിന്റെ വീടാന്ന്. അങ്ങനെ ഒരു തോന്നൽ വരാണ്ടിരിക്കും. ഇവരെ ഇടയ്ക്കിട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും വർക്ക് കൊടുക്കും. ഇവിടുത്തെ സ്റ്റാഫാണ് കിട്ടാം, നമ്മുടെ ലില്ലിപ്പൂവിന്റെ സ്റ്റാഫാണ് എന്ന് പറയും. അവര് വേറെ എന്തോ ചെയ്തോണ്ട് വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പൊ മതി അവസാനിച്ച് 3 കോടി രൂപ കഴിഞ്ഞു. ഇപ്പൊ കാരണവന്മാർക്ക് ഒരു ബാധ്യതയായി കിട്ടി. അവരുടെ സത്യം മനസ്സിലാക്കി, ഈ പണി എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ അവരൊരു കാര്യം പഠിച്ചുകൂട്ടാ, എങ്ങനെ കാശ് പോവാന്ന്.